നമസ്കാരം. നീറ്റ് പ്രവേശന പരീക്ഷ 11ലേറെ കോഴ്സുകളിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. MBBS, PDS, വെറ്റിനറി കോഴ്സ്, സിദ്ധ, ആയുർവേദ, യുനാനി, ഹോമിയോ, ക്ലൈമറ്റ് ചേഞ്ചിങ്, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ബിടെക് ബയോടെക്നോളജി എന്നിങ്ങനെ 11 ചില കോളേജുകളിൽ BSc നഴ്സിംഗ് എന്നിങ്ങനെ 11ലേറെ കോഴ്സുകളിലേക്കുള്ള ഒരു പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് നീറ്റ് പ്രവേശന പരീക്ഷ വഴി ഉയർന്ന അത്യാവശ്യം നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ വെള്ളായണി കാർഷിക കോളേജിൽ, തിരുവനന്തപുരത്തെ വെള്ളായണി കാർഷിക കോളേജിൽ നിങ്ങൾക്ക് ബിടെക് ബയോടെക്നോളജി കോഴ്സ് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫിഷറീസ് സർവകലാശാലയിൽ ബിടെക് ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി ഉണ്ട്. അതുപോലെ അഗ്രികൾച്ചർ കോഴ്സ്. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നല്ല ജോലി സാധ്യതയുള്ളതും പഠിച്ചാൽ നല്ല രീതിയിലും പഠിച്ചു കഴിഞ്ഞാൽ ഗവേഷണ രംഗത്തുമൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള കോഴ്സുകളാണ് നീറ്റിലൂടെ പ്രവേശനം കിട്ടുന്ന കോഴ്സുകൾ. ഇനിയിപ്പോൾ നിങ്ങൾ ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർ അല്ലെങ്കിൽ BDS ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്കും കേരള സർക്കാർ ഒരു സീറ്റ്, അതിപ്പം ഈ മെഡിക്കൽ MBBS പഠിക്കാൻ റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊരു നേഴ്സായിട്ട് PSC പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും MBBS പഠിക്കാം. നീറ്റ് പ്രവേശന പരീക്ഷ എഴുതിക്കാൻ ഒരു സീറ്റ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരവധി, ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ആർമിയിൽ, എയർഫോഴ്സിൽ ഒക്കെ സൗജന്യമായി നമ്മൾ നഴ്സിംഗ് പഠിച്ച് ജോലി കിട്ടുന്നതുണ്ട്. അപ്പോൾ അവരും അവരുടെ ആദ്യത്തെ ഒരു ഇത് നടത്തുന്നത് നീറ്റിലൂടെ ഉള്ള സ്കോർ വെച്ചിട്ടാണ്. പിന്നീട് അവർക്ക് അവരുടേതായ പരീക്ഷകളൊക്കെ ഉണ്ട്, അറിയാലോ, ഫിസിക്കൽ ഫിറ്റ്നസ്സൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില മെഡിക്കൽ കോളേജുകളിൽ നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് BSc നഴ്സിങ്ങിന് പ്രവേശനമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി കോഴ്സുകളിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് നീറ്റ് പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എയിംസിലൊക്കെ MBBS വളരെ തുച്ഛമായ ഫീസിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അതിലൊക്കെ വലിയ ഉയർന്ന സ്കോർ കിട്ടണം നീറ്റിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി കോഴ്സ്. അതൊക്കെ താല്പര്യമുള്ളവരിപ്പം കേരളത്തിലെ ഈ PSC നടത്തുന്ന ഫോറസ്റ്റ് റേഞ്ചർ പരീക്ഷയ്ക്ക് ഒരു കുറച്ച് മാർക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോറസ്ട്രി കോഴ്സ് പഠിച്ചവർക്ക് മുൻഗണനയുണ്ട്. അതൊക്കെ ഗവേഷണ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീറ്റിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം ഇന്ത്യയിലെ അഗ്രികൾച്ചർ കോളേജുകളിൽ ഇപ്പോൾ ക്യുവറ്റ് വഴിയാണ് നമുക്ക് ദേശീയ തലത്തിലും പ്രവേശനം കിട്ടും. അപ്പോൾ ഈ വെറ്റിനറി കോളേജുകളിൽ 15% സീറ്റുണ്ട്. അപ്പോൾ അത് നീറ്റ് വഴിയാണ്. അതേസമയം കാർഷിക കോളേജുകളിലേക്ക് ക്യുവറ്റ് വഴിയാണ് ഐക്കാറിൻ്റെ പ്രവേശനം. ഈ മറ്റ് 15% സീറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് കേരളത്തിലെ അഗ്രികൾച്ചർ കോളേജിൽ നീറ്റ് വഴിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ നീറ്റ് എന്ന് പറയുന്നത് 11ലേറെ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.